Hi friends, welcome to Afiya's world. ഇന്ന് എണ്ണയില്ലാണ്ട് പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാന്നാണ് കാണിക്കുന്നത്. ഇതിന് പഴംപൊരി എന്ന് പറയാൻ പറ്റുമോന്ന് അറിയില്ല. എണ്ണ യൂസ് ചെയ്യാത്തതുകൊണ്ട് പഴം ചട്ടിയിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ പഴംപൊരി കഴിക്കുന്നതാവും നല്ലത്. ഇതിൽ മൈദയും ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്തിട്ടില്ല. ഇനി പഴംപൊരി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടത് 2 പഴം, 1 കപ്പ് ആട്ടപ്പൊടി, ഗോതമ്പ് പൊടി, 1 മുട്ടയുടെ വെള്ള, മഞ്ഞ മാറ്റിയതാണ്, മഞ്ഞ ചേർക്കരുത്, പിന്നെ 1 പീസ് ശർക്കര പൊടിച്ചതാണ്, കുറച്ച് ജീരകം, ഒരു 3 ഏലക്ക. പഴം ആവിയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്തുടയാൻ പാടില്ല. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഒരുപാട് വെന്തുടയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി മാവ് തയ്യാറാക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പൊടിച്ചു വെച്ച ജീരകം, ഏലക്കാപ്പൊടി എല്ലാം ചേർക്കുക. ജീരകമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതിയേ. ഇനി അതിൽ ശർക്കര ചേർത്തെടുക്കുക. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കുക. ബ്രൗൺ ഷുഗറോ പഞ്ചസാര എങ്ങനെ വേണമെങ്കിലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്തിട്ടുണ്ടാവും. ഇനി മുട്ടയുടെ വെള്ള ചേർക്കുക. മഞ്ഞ ഒഴിവാക്കിയിട്ടുണ്ട്. മഞ്ഞൾ ഫാറ്റ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, മഞ്ഞ ചേർത്താൽ പഴംപൊരിക്ക് മുട്ടയുടെ സ്മെല്ല് വരും. അപ്പോൾ വെള്ള ചേർത്ത് അങ്ങനെയൊന്നും വരില്ല, മഞ്ഞ ചേർത്ത് അങ്ങനെ വരും. അപ്പോൾ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മാവ് ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ദോശമാവിൻ്റെ ഒക്കെ പോലെ മതിയാവും. പഴം റെഡി ആയിട്ടുണ്ട്. പഴം ഉടയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാവിൽ മുക്കി പൊരിക്കാൻ കുറച്ച് പ്രയാസമാവും. ഇനി പഴം കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ തോലോട് കൂടിയിട്ടാണ് പഴം കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല കനല്ലാണ്ട് നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പഴത്തിൻ്റെ തോല് മാറ്റി കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുകയാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത് എനിക്ക്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇങ്ങനെ ഈ പഴംപൊരിക്ക് പഴം കനല്ലാണ്ട് അരിയാൻ ശ്രദ്ധിക്കണം. കട്ടിയിൽ അരിഞ്ഞാൽ പഴത്തിൻ്റെ 2 സൈഡും വേവാൻ കുറച്ച് പാടാവും. നമ്മൾ പഴം എണ്ണയിൽ വറുത്തെടുക്കല്ല, ചട്ടിയിലെടുത്ത് ചുട്ടെടുക്കുക ചെയ്യണത്. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗം വേവാൻ കുറച്ച് പാടാവും കട്ടിയിൽ അരിഞ്ഞാൽ. അതുകൊണ്ട് കനല്ലാണ്ട് അരിയാൻ എന്തായാലും ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്ക് പാനിലാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. തീ കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. തീ കൂടിയൊക്കെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പഴം കരിഞ്ഞു പോവും. തീ കുറച്ച് വെച്ചിട്ട് വേണം പഴംപൊരി തയ്യാറാക്കാൻ. ഇനി തിരിച്ചു മറിച്ചിട്ട് പഴംപൊരി വേവിച്ചെടുക്കുക. തീ കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കൂടി ആകെ കരിഞ്ഞു പോവും. ബാക്കിയുള്ള പഴം കൂടെ ഇതേപോലെ പൊരിച്ചെടുക്കുക. എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന പഴംപൊരിയുടെ അതേ ടേസ്റ്റ് കിട്ടുമെന്ന് ഞാൻ പറയണില്ല. എണ്ണയിൽ പൊരിക്കാത്ത കുറവ് ഈ പഴംപൊരിക്ക് ഉണ്ടാവും. പക്ഷെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം.